മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഗോവർദ്ധനാണെങ്കിൽ അലീനയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വക്കീലിനെ കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് വക്കീലിനെ കണ്ട്, പക്ഷേ ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്ന് വക്കീൽ തീർത്ത് പറഞ്ഞ് റിമാൻഡിൽ പോകേണ്ട വരുമെന്നാണ് വക്കീൽ പറഞ്ഞ കാര്യം ഗോവർദ്ധൻ അലീനയോട് പറയുകയാണ്. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് എന്താണ് കയ്യിലെന്ന്. ഇത് രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയ പെൻഡ്രൈവും CD-കളാണ്, ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയാണ്. പിന്നെ പോലീസ് വന്ന ഒരു പരിശോധന എന്തായാലും കാണും, അതിനു മുമ്പ് ഇതൊക്കെ മാറ്റിയതാണെന്ന് അലീന പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയാണ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ഈ കേസ്, ഇത് രാഷ്ട്രീയക്കാർ ഏറ്റെടുത്ത് യൂട്യൂബർ അങ്ങനെ സകലയിടത്തും ഇതിനെക്കുറിച്ച് ചർച്ചകളാണ്. മാത്രമല്ല നമ്മുടെ ഷോപ്പുകൾ അടച്ചിട്ടത് തന്നെ കാര്യമായി, ഷോപ്പെല്ലാം അടിച്ചു പൊട്ടിക്കാൻ ആൾക്കാർ വന്നായിരുന്നു, പിന്നെ പോലീസിനെ വിളിച്ചാണ് രക്ഷപ്പെട്ടത്. അപ്പം അലീന പറയാണ് ആൾക്കാരെല്ലാം ഭയങ്കര പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരെ 4 പേരെയും അവരെ കയ്യിൽ കിട്ടണം, അതിനു വേണ്ടിയാണ് അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് അലീന പറയാണ്. ഗോവർദ്ധൻ പറയാണ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ മാറ്റിയിരിക്കുകയാണെന്ന് പറയാണ്. അലീന പറയാണ് ഗോവർദ്ധൻ അങ്കിളും ശ്രദ്ധിക്കണം, ആരെ കൈ കിട്ടിയാലും അവർ ഉപദ്രവിക്കുമെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ പറയാണ് ഇനി ആ ചെറുക്കൻ്റെ ഭാവി പോയി, അവന് ഇനിയുള്ളൊരു ഭാവിയില്ല, ഇവിടുത്തെ പെൺപിള്ളേർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അവരുടെ കാര്യവും കഷ്ടത്തിലായി എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്കിളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവർദ്ധൻ പറയാണ് ഇതൊക്കെ ഇപ്പോഴല്ല ആലോചിക്കേണ്ട, നേരത്തെ ആലോചിക്കേണ്ട കാര്യമാണ്, എല്ലാത്തിനെയും അങ്ങ് അയച്ചു വിട്ടിരുന്നല്ലേ, ഓരോരുത്തരെ ഓരോ രീതിയിൽ അങ്ങ് അയച്ചു വിട്ടിരുന്നല്ലേ, അതിൻ്റെയാണെന്ന് ഗോവർദ്ധൻ പറയാണ്. അപ്പോൾ അലീന പറയാണ് അങ്കിളെ ഇങ്ങനൊന്നും ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറയല്ലേ, അച്ഛൻ ഇത് തന്നെ സഹിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാവുമെന്ന് അലീന പറയാണ്. ഗോവർദ്ധൻ പറയാണ് ഞാൻ പറഞ്ഞില്ലെങ്കിലും ബാലേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നാളെ പത്രത്തിൽ ഈ വാർത്തകളൊക്കെ വരും, ഫ്രണ്ട് പേജിൽ തന്നെ ഈ ന്യൂസ് വരും, പിന്നെ വരാതിരിക്കുന്നത് എങ്ങനെയാ, അത്രയ്ക്കാണ് ജനരോക്ഷം, പിന്നെ അത്ര വലിയ തെറ്റല്ലയോ അവന്മാർ ചെയ്തതും എന്ന് ഗോവർദ്ധൻ അലീനയോട് പറയാണ്. എന്തായാലും അങ്കിള് വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അലീനയാണെങ്കിൽ ഗോവർദ്ധനോട് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് ഗോവർദ്ധൻ താഴോട്ടിറങ്ങി വരികയാണ്. അപ്പം താഴെ തന്നെ കൃഷ്ണമോളും ഭവതിയും നിൽപ്പുണ്ട്. അപ്പം ഗോവർദ്ധനാണെങ്കിൽ കൃഷ്ണമോളുടെ അടുത്ത് സംസാരിച്ചിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഭവതി ചോദിക്കുകയാണ് എന്താ അലീനയോട് ഇത്ര രഹസ്യമായിട്ട് പറയാനുള്ളത്, അച്ഛൻ എന്താ പറഞ്ഞു വിട്ടത്, ഞങ്ങളോട് പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അച്ഛന് മാത്രമായിരിക്കും അവൾ മോള്, ഞങ്ങൾക്ക് ഇപ്പോഴും ഇവിടുത്തെ വേലക്കാരി മാത്രമാണെന്ന് ബബിത ഗോവർദ്ധൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയാണ് അമ്മ ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അച്ഛനാണെങ്കിൽ അറ്റാക്ക് വന്ന് കിടക്കുന്നു, നിൻ്റെ ചേട്ടനാണെങ്കിൽ പീഡന കേസിൽ ജയിലിൽ കിടക്കുന്നു, എവിടാന്ന് പോലും അറിയത്തില്ല, ഇത്രയൊക്കെ നടന്നിട്ടും നിൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല, ഇപ്പോഴും അലീനയ്ക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം അത് മാത്രമാണ് നിൻ്റെ ചിന്ത, അല്ലാതെ അച്ഛനോ അമ്മയോ ചേട്ടനെയോ കുറിച്ച് ഒരു ചിന്തയും ഇല്ലെന്ന് ഗോവർദ്ധനാണെങ്കിൽ ബബിതയുടെ അടുത്ത് പറയാണ്. ബബിത ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ്. ഇപ്പം പറഞ്ഞ ആ വേലക്കാരി ഉണ്ടല്ലോ, ആ കൊച്ചിനുണ്ടല്ലോ ഇതിനൊക്കെ ടെൻഷനും വിഷമവും ഒക്കെ, നിനക്കതുപോലും ഇല്ലല്ലോ, കഷ്ടം എന്നും പറഞ്ഞ് ഗോവർദ്ധൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതങ്ങോട്ട് ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കൃഷ്ണമോളെന്ന് പറയുക ചേച്ചി ഇനി എന്നാ നന്നാവത്, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ബബിതയെടുത്ത് കൃഷ്ണമോള് പറയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് അലീന മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അലീന വന്നിട്ട് ഇതെടുത്ത് ചോദിക്കുകയാണ് നിനക്ക് എന്താ അറിയേണ്ടത്, നീ എന്നോട് ചോദിര്, ഇവിടെ വരുന്ന അങ്കിളിനോട് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, നീ എന്നോട് ഒരു ഞാൻ പറയാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ബബിത പറയാണ് ഞാൻ എന്തിനാ നിന്നോട് ചോദിക്കുന്നത്, അച്ഛൻ നിന്നോട് വല്ലതും പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞു കാണും, അതെനിക്ക് നിൻ്റെ ഔദാര്യത്തിൽ എനിക്ക് അറിയേണ്ട ആവശ്യമില്ലെന്ന് ബബിത പറയുകയാണ്. പിന്നെ ഇവർക്കൊക്കെ നീ വലിയ പുള്ളിയായിരിക്കും, പക്ഷേ എനിക്കെപ്പോഴും നീ വെറും പുല്ലാന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് ദേഷിച്ച് ബബിത അങ്ങ് പോവുകയാണ്. അപ്പോൾ കൃഷ്ണമോള് വന്ന് അലീനയുടെ അടുത്ത് പറയാണ് ഇവിടെ ഇത്രയൊക്കെ പ്രശ്നമുണ്ടായി, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ബബിത ചേച്ചിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല, ഇപ്പോഴും അലീന ചേച്ചിയോട് വഴക്കിട്ടുകൊണ്ട് വരിക, അത് മാത്രമേ ഈ ബബിത ചേച്ചിക്ക് അറിയത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം അലീന പറയാണ് അതൊക്കെ വിട്ടേരെ മോളെ, അതൊന്നും ഇപ്പോഴത്തെ പ്രശ്നമല്ല, ഇപ്പം നമുക്ക് രോഹിത്തിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കൃഷ്ണമോള് പറയാണ് രോഹിയേട്ടൻ്റെ കേസ് വലിയ കേസായില്ലേ ചേച്ചി എന്ന് പറയാണ്. അപ്പം അലീന പറയാണ് ആണ്, അവൻ അത്രയ്ക്ക് വലിയ തെറ്റല്ലേ ചെയ്തത്, അങ്ങനൊന്നും നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് പറ്റത്തില്ല എന്ന് പറയാണ്. ജാമ്യം കിട്ടുമെന്ന് പോലും സംശയമാണ്, ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് അലീന കൃഷ്ണമോളത്ത് പറയാണ്. അങ്ങനെയാണെങ്കിൽ കേസിൻ്റെ ആഴം അത്രയ്ക്ക് വലുതാണെന്ന് അലീന കൃഷ്ണമോളത്ത് പറയാണ്. അങ്ങനെ അവർ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ജനങ്ങളെല്ലാം കൂടെ അടിച്ചു തകർക്കാൻ വീട്ടിലേക്ക് വരുന്നത്. കുറേ ആളുകൾ കമ്പും വടിയൊക്കെ ആയിട്ട് വന്ന് വീടിൻ്റെ മുന്നിൽ എല്ലാം അടിച്ചു തകർക്കുകയാണ്. അപ്പം ഇത് കമലയാണെങ്കിൽ ജനലിൽ കൂടെ കാണുന്നുണ്ട്. കമല ആകപ്പാടെ പേടിക്കുന്നുണ്ട്.
ഓടി വന്ന് മനുവിൻ്റെ മുറിയിൽ ഡോറ് വന്ന് തട്ടുവാണ്. മനു ആണെങ്കിൽ തുറക്കുന്നില്ല. വീണ്ടും വീണ്ടും കിടന്ന് തട്ടുവാണ്. അങ്ങനെ മനു ആണെങ്കിൽ തുറക്കുവാണ്. എന്താ അമ്മയ്ക്ക് വേണ്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ലടെ കുറേ ആൾക്കാർ വന്ന് നമ്മുടെ ഗേറ്റൊക്കെ തല്ലി പൊളിച്ച് അവരിപ്പോൾ അകത്ത് കയറും, ഇനി വീടും കൂടെ തല്ലി പൊളിക്കും എന്ന് കമലമ്മ പറയാണ്. അപ്പം ആണെങ്കിൽ പറയാണ്, അമ്മ അങ്ങോട്ട് ചെല്ല്, അവർക്കാണെങ്കിൽ ആ 4 പേരെയാണ് വേണ്ടുന്നത്, ആരെയിട്ട് സ്വീകരിക്കാനാ, അമ്മ അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ പറ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ഈ പോലീസിനെ വിളിക്ക്. അപ്പം മനു ചോദിക്കുകയാണ്, എന്തിനാ പോലീസിനെ വിളിക്കുന്നത്, അമ്മയല്ലേ പറഞ്ഞത് എടാ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, ചെന്ന് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് വിശദീകരിച്ച് കൊടുക്കാൻ മനു പറയാണ്. മനു കളിക്കാതെ എത്രയും പെട്ടെന്ന് പോലീസ് വിളിക്കുക, അല്ലെങ്കിൽ അവരെല്ലാം കൂടെ അടിച്ച് തകർത്ത് ഇങ്ങോട്ട് കയറി വരും, പിന്നെ നമ്മളെയും വെച്ചേക്കത്തില്ല എന്ന് പറയണം. അപ്പോൾ മനു പറയാണ്, അപ്പോൾ ആ ഒരു ബോധമുണ്ട് പറഞ്ഞുകൊണ്ട് മനു പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിക്കുമ്പോഴത്തേക്ക് പോലീസ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് സമരക്കാർ കുറേ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. പോലീസിനെ കണ്ട ഉടനെ പോലീസ് ഇല്ലാത്ത വീശുമ്പോഴത്തേക്ക് അവരൊക്കെ ഇറങ്ങി ഓടുകയാണ്. മനുവും കമലമ്മയും കൂടെ മോളിൽ വന്നിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ജനങ്ങളെല്ലാം ഭയങ്കര രോക്ഷാകുലരായി കൊല്ലപ്പള്ളിയിൽ വന്ന് കുറേ അടിച്ച് തകർക്കുന്നുണ്ട്. മാത്രമല്ല ബാലചന്ദ്രൻ്റെ ഷോപ്പിലും ആക്രമണം നടത്തുന്നുണ്ട്. ആർക്കും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ആരെ കണ്ടാലും അവർ വെറുതെ വിടത്തില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്.